ആപ്കി അദാലത്ത് പരിശോധിക്കുന്നു. വിവാദങ്ങളിൽ പെട്ടിരിക്കുന്ന ബിസിനസ് തലവൻ ഗൗതം അദാനിക്ക് നേരെയുള്ള ആരോപണം, അതായത് ഇദ്ദേഹം തന്നെ പറ്റി മാത്രം ചിന്തിക്കുന്ന ഒരാളാണ്. ഗൗതം ഭായ്, ജനങ്ങൾ എന്താണ് പറയുന്നത് വെച്ചാൽ ഇത്രയും പണം സമ്പാദിച്ചു കഴിഞ്ഞു, നല്ല വെൽത്ത് സമ്പാദിച്ചു കഴിഞ്ഞു, കുറച്ച് പാവങ്ങളെയും കൂടി പരിഗണിക്കാമെന്ന്. ഇവിടെ നോക്കൂ രജത് ഭായ്, ഞാനാണെങ്കിൽ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരാളാണ്. അത് കാരണം എൻ്റെ ഓരോരോ പ്രോസസ്സിനകത്തും ഒരു സാധാരണ മനുഷ്യനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം തരാം. എൻ്റെ 60ാമത്തെ പിറന്നാളിന് കഴിഞ്ഞ ജൂൺ കുറച്ച് നാളുകൾക്ക് മുമ്പ് നടന്നത്. അപ്പോൾ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഒന്നടങ്കം ചേർന്നിരിക്കുന്ന സമയം ഫാമിലി മെമ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് എന്ത് ഗിഫ്റ്റാണ് തരേണ്ടതെന്ന് എൻ്റെ പിറന്നാളിന് വേണ്ടി. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ആർക്കെങ്കിലും ഗിഫ്റ്റ് തരണമെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള പൈസയില്ലേ, അതിൽ നിന്ന് 60,000 കോടി എടുത്ത് നമ്മുടെ ഫൗണ്ടേഷനിലേക്ക് കൊടുത്തേക്കുന്നു. ഇതിലെൻ്റെ സന്തോഷം എന്താന്ന് വെച്ചാൽ ഇതെൻ്റെ പേഴ്സണൽ കാര്യമല്ല, പക്ഷേ എൻ്റെ മുഴുവൻ ഫാമിലിയുടെയും കാര്യമാണ്. അതുകൊണ്ട് അവർ കേട്ട ഉടനെ തന്നെ ഇതൊരു നല്ല ഐഡിയ ആണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ തന്നെ അവരും ചെയ്തു. അതായത് 60,000 crore, അത് കുറച്ച് കൂടുതലല്ലേ? നിങ്ങളുടെ മനസ്സ് എന്താണോ നിങ്ങളുടെ അടുത്ത് പറയുന്നത് അതിൽ വിശ്വസിക്കുക, എന്നിട്ട് അതിനു വേണ്ടി പ്രയത്നിക്കുക. അതുകൊണ്ട് ഞാൻ 60,000 crores ആ സമയത്ത് ഞാൻ ആലോചിച്ചത്, ആ 60,000 crores നമ്മുടെ ഫൗണ്ടേഷനകത്ത് കിടക്കുകയാണ്, അതിനെ എന്ത് ചെയ്യാന്നാണ് ഞാൻ ആലോചിച്ചത്, എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താമെന്ന്. അതിനെ ഞാൻ 3 സെക്ടറായിട്ട് പിരിച്ചു: ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ്. എന്നിട്ട് ആ 3 സെക്ടറിലും എക്സ്പേർട്സിൻ്റെ കൂടെ ഇരുന്ന് ചർച്ച ചെയ്ത് 2-3 മാസത്തിനകത്ത് തന്നെ ഞങ്ങളൊരു വലിയ അനൗൺസ്മെൻറ്റ് ചെയ്തു. ഇപ്പം ഞങ്ങളതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് വെച്ചാൽ, സൊസൈറ്റിയിലുള്ള പാവപ്പെട്ട ആൾക്കാർക്കും സാധാരണക്കാർക്കും എങ്ങനെ ഇത് കൊണ്ടുപോയി ചേർക്കാമെന്നായിരുന്നു. എൻ്റെ ആശയം അതായിരുന്നു. അതവൻ ഉപയോഗപ്പെടുത്തി ജീവിതത്തിൽ എങ്ങനെയെങ്കിലും മുന്നിലേക്ക് വരണമെന്ന്. അതൊക്കെ സത്യം തന്നെയാണ്. അതായത് ചാരിറ്റിയെ പറ്റി സംസാരിക്കുന്നു, നിങ്ങൾ ജനങ്ങൾക്ക് പല സഹായങ്ങളും ചെയ്യുന്നുണ്ട്. ഇത് താങ്കളെക്കാൾ അധികമായിട്ട് താങ്കളുടെ വൈഫാണ് നടത്തുന്നതെന്ന് കേട്ടു. പ്രീതി എൻ്റെ ലൈഫിലൊരു പില്ലർ പോലെയാണ്. അവർ ഫാമിലി, 2 പിള്ളേർ, എൻ്റെ ഗ്രാൻഡ് ഡോട്ടർ, അവരെയും നോക്കുന്നുണ്ട്, കൂടെ തന്നെ ഈ ഫൗണ്ടേഷൻ്റെ കാര്യങ്ങളും നോക്കുന്നുണ്ട്. ആൻഡ് ഷീസ് എ ഡോക്ടർ. പുള്ളിക്കാരത്തി ഒരു ഡോക്ടറായിട്ട് പോലും തൻ്റെ സ്വന്തം പ്രൊഫഷൻ വിട്ടിട്ട് മുഴുവനായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ ഫാമിലിക്ക് മുഴുവൻ സപ്പോർട്ട് കൊടുത്ത് കുട്ടികളെയും അവൾ നന്നായിട്ടാണ് വളർത്തിയിരിക്കുന്നത്. പിന്നെ പിള്ളേർ കുറച്ചൊന്ന് വളർന്നതിന് ശേഷം ഫുൾ ടൈം പുള്ളിക്കാരത്തി ഫൗണ്ടേഷൻ വർക്കിലേക്ക് ഇറങ്ങി. ഇന്ന് മനസ്സിനകത്ത് എനിക്കൊരു നല്ല സന്തോഷമുണ്ട്. പ്രീതി ഈ ഫൗണ്ടേഷന് വളരെ നന്നായിട്ട് നോക്കുന്നുണ്ട്. ഒരു ദിവസത്തിൽ 7-8 മണിക്കൂറൊക്കെ ഫൗണ്ടേഷന് വേണ്ടി ജോലി ചെയ്യുന്നുമുണ്ട്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഫൗണ്ടേഷനകത്ത് കുറേ കാര്യങ്ങൾ പ്രൊഫഷണലിസമായിട്ടാണ് വച്ചിരിക്കുന്നത്. കുറേ ആൾക്കാർ പ്രീതിയുടെ താഴെ വർക്ക് ചെയ്ത് ഇപ്പോൾ അവരൊക്കെ നല്ല ഡെവലപ്പായിട്ടുണ്ട്. ഞാൻ ആ ഫൗണ്ടേഷനൊക്കെ കണ്ടിട്ടുണ്ട് ഗൗതം സർ. വളരെ അത്ഭുതകരമായി അവർ പ്രവർത്തിക്കുന്നുമുണ്ട്. അതെല്ലാം കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, താങ്കൾക്ക് അറേഞ്ച് മാരേജ് ആണ് നടന്നതെന്നും കല്യാണം തീരുമാനിക്കുന്നതിന് മുൻപ് തന്നെ താങ്കൾ അവരെ പോയി കണ്ടുവെന്നും അപ്പോൾ താങ്കൾ ഒന്നും സംസാരിക്കാതെ നിന്നെന്നും കേട്ടു. അങ്ങനെയൊക്കെ നോക്കിയ രജത് ഭായ്, ഞാൻ അത്ര സംസാരിക്കുന്ന ആളൊന്നുമല്ല. എന്നിട്ട് ഞാനൊരു പഠിക്കാത്ത ആളും അവളൊരു ഡോക്ടറുമാണ്. സോ നാച്ചുറലി കുറേ മിസ്മാച്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ചെറിയ ചോദ്യം, നിങ്ങൾ സ്വന്തമായിട്ടൊരു സാമ്രാജ്യം തന്നെ ഉണ്ടാക്കി. നിങ്ങൾ വളരെ ബിസി ആയിരിക്കും, ടൈറ്റ് ഷെഡ്യൂളിൽ ജീവിക്കുകയായിരിക്കും. അപ്പോൾ ഫാമിലിയുടെ കൂടെ ചെലവഴിക്കാനും റിലാക്സ് ചെയ്യാനും നിങ്ങൾ എങ്ങനെയാണ് സമയം കണ്ടെത്താറ്? ഇതൊരു നല്ല ചോദ്യമാണ്. പക്ഷേ ഞാൻ എങ്ങനെയാ മറുപടി പറയാ? ഞാൻ ആഴ്ചയിൽ 3 ദിവസം അഹമ്മദാബാദ് വിട്ട് വെളിയിലായിരിക്കും. പക്ഷേ 4 ദിവസം ഞാൻ ഇവിടെ ഉള്ള സമയം, അന്ന് ഞാൻ ഓഫീസിലേക്ക് കുറച്ച് ലേറ്റായിട്ടായിരിക്കും പോകുന്നത്, 10-11 മണിക്കൊക്കെ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ, രാത്രി വീട്ടിലേക്ക് വരുമ്പോൾ 11-12 മണിയൊക്കെ ആവും. ഞാൻ കാലത്തെ 6:30 മണിക്കൊക്കെ എണീറ്റ് 1 മണിക്കൂറത്തേക്ക് എക്സസൈസൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 2-2.5 മണിക്കൂർ എൻ്റെ വീട്ടിൽ ഗ്രാൻഡ് ഡോട്ടേഴ്സൊക്കെ ഉണ്ട്. എന്നിട്ട് എൻ്റെ വൈഫ്, എൻ്റെ പിള്ളേരുടെ കൂടെയൊക്കെ ഡൈനിങ് ടേബിളിലിരുന്ന് കുറേ സംസാരിക്കും. ഞാൻ
ചായ കുടിക്കും, ന്യൂസ് പേപ്പർ വായിക്കും. അതായത് ഒരു ദിവസത്തിൽ 2-2.5 മണിക്കൂർ അവരുടെ കൂടെ ഉണ്ടാവും. എന്നിട്ട് എനിക്കൊരു ടൈം ടേബിൾ വെച്ചിട്ടുണ്ട്. ഞാൻ ഓഫീസിലാണെങ്കിൽ പോലും ലഞ്ച് ടൈമിൽ എൻ്റെ മുഴുവൻ കുടുംബവും ഡൈനിങ് ടേബിളിൽ കാണും. എല്ലാവരും ഒന്നിച്ചായിരുന്നു കഴിക്കുന്നത്. നന്നായിട്ട് സംസാരിക്കും, ഭക്ഷണം കഴിക്കും. ആൻഡ് ദാറ്റ്സ് ഹൗ ഐ എം ഫിസിക്കലി സ്പെൻഡിങ് ടൈം വിത്ത് മൈ ഫാമിലി. താങ്കൾ നന്നായിട്ട് ചീട്ട് കളിക്കുമെന്ന് കേട്ടു. ഇതൊരു സീക്രട്ടായിരുന്നു. അത് ഞാൻ രാത്രി വീട്ടിലേക്ക് പോകുമ്പോൾ പ്രീതിയുടെ കൂടെ ഞാൻ റമ്മി, പപ്ലു, പിന്നെ കുറേ അധികം ഗെയിംസൊക്കെ കളിക്കും ഞാൻ. എന്നിട്ട് ഞാൻ എന്താ പറയുക, കൂടുതൽ സമയം അവളായിരിക്കും ജയിക്കുന്നത്. സാർ, ഒരുപാട് പേർക്ക് നിങ്ങൾ റോൾ മോഡൽ ആയിരിക്കുന്നു. പക്ഷേ നിങ്ങളുടെ റോൾ മോഡൽ ആരെന്നൊന്ന് പറയാമോ? ധീരുഭായ് അംബാനി. ഇന്ന് ഞാൻ അദ്ദേഹത്തിനെ നോക്കുന്ന വിധം അദ്ദേഹത്തിന് എൻ്റെ റോൾ മോഡലായിട്ടാണ്. അതിന് ഒരു കാരണമുണ്ട്. അദ്ദേഹത്തിൻ്റെ സമയത്ത് ഏത് ലെവലിലാണോ റിലയൻസ് കമ്പനിയെ, അന്നത്തെ കാലത്ത് എക്കോണമിയും ഇത്ര ഓപ്പണൊന്നും ആയിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് അത് ഓപ്പൺ ആയത്. നേര് പറഞ്ഞ അദ്ദേഹമാണ് ഈ നാട്ടിനൊരു പുതിയ വഴി ഉണ്ടാക്കി കൊടുത്തത്. അതായത് എങ്ങനെയാ വലുതായി ചിന്തിക്കുക, അതെങ്ങനെ നടത്തിയെടുക്കണമെന്നും. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് കുറേ പഠിക്കാൻ കിട്ടി. അതാണ് നേര്. അത് കഴിഞ്ഞ് മുകേഷ് ഭായ് വന്ന് അതിനെ മുന്നോട്ട് കൊണ്ടുപോയി. അത് വേറെ കാര്യമാണ്. പക്ഷേ ഫസ്റ്റ് ജനറേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരാളുടെ കയ്യിൽ പൈസയേ ഇല്ല, പക്ഷേ അയാളുടെ കയ്യിൽ കുറേ വലിയ സ്വപ്നങ്ങൾ കാണും. അവരെപ്പോഴും നിങ്ങളെ അട്രാക്റ്റ് ചെയ്യും. എസ്പെഷ്യലി ഞാനൊരു ഫസ്റ്റ് ജനറേഷൻ ഓൺട്രപ്രണർ ആയ കാരണം. സോ നാച്ചുറലി ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം നല്ല പണിയെടുത്തിട്ടുണ്ട്. മുകേഷ് അംബാനിയോടൊപ്പം താങ്കൾക്ക് ഒരു നല്ല സൗഹൃദമുണ്ടോ അതോ മത്സരമാണോ? ഇല്ല, മുകേഷ് ഭായ് എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ്. അതുമാത്രമല്ലാതെ അദ്ദേഹത്തിനെക്കുറിച്ച് എനിക്ക് നല്ല മതിപ്പാണ്. അദ്ദേഹത്തിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അദ്ദേഹമാണ് റിലയൻസിനെ മികച്ച വഴിയിലേക്ക് കൊണ്ടുപോയത്. ജിയോയ്ക്കകത്ത്, ടെക്നോളജിക്കകത്ത്, റീറ്റെയിലിനകത്ത്, ഓഫ് കോഴ്സ് അദ്ദേഹത്തിൻ്റെ കൺവെൻഷണൽ ബിസിനസ്സുകളുണ്ട്, പെട്രോ കെമിക്കൽസ് ആൻഡ് റിഫൈനറീസ്. ഇതിലൊക്കെ അദ്ദേഹം നല്ല കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ഈ നാട് മുന്നേറാൻ വേണ്ടി അദ്ദേഹവും നിറയെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ പിന്നിലാക്കിയതിൽ താങ്കൾക്ക് സന്തോഷമില്ലേ? നോക്കൂ രജത് ഭായ്, ഞാൻ ഈ കണക്കിന്റെ മായാജാലത്തില് ഒരിക്കലും ഞാൻ താങ്കളെ വീഴത്തില്ല. പലപ്പോഴും കൊടുക്കാൻ ശ്രമിക്കുമ്പോഴും താങ്കൾ രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണല്ലോ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ വലിയ വലിയ ആൾക്കാർ താങ്കളെ വന്ന് കാണാറുണ്ട്. ഉദാഹരണത്തിന് ബ്രിട്ടന്റെ പ്രൈം മിനിസ്റ്റർ താങ്കളുടെ ഓഫീസിൽ വന്നിരുന്നു. സിംഗപ്പൂരിന്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും വന്നിരുന്നു. അവരെയൊക്കെ താങ്കൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? ഞാൻ അവരെങ്ങനെയാ നോക്കുന്നതെന്ന് വെച്ചാ, അവര് അദാനി ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് വന്നത് വലിയ കാര്യമൊന്നുമല്ല. അവർ നമ്മുടെ നാട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. അതുമാത്രമല്ലാതെ ഇന്ത്യ അവർ ഏത് കണ്ണിലൂടെയാണ് കാണുന്നത്, ആ മാറ്റമാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റ് നാടുകളിലുള്ള PMO ഡിഗ്നിറ്ററീസോ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എല്ലാവരും ഇന്ത്യയെ വേറെ ഒരു കണ്ണിലൂടെയാണ് കാണുന്നത്. ഈ കാര്യമാണ് എനിക്ക് സന്തോഷം തരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നൗ ദേ ആർ ബേസിക്കലി ലുക്കിംഗ് ഇന്ത്യ ആൻഡ് ഇന്ത്യൻ ഇൻഡസ്ട്രിയലിസ്റ്റ് വെരി സീരിയസ്ലി. അവരുടെ സ്ഥലത്ത് ബിസിനസ് ചെയ്യാൻ വേണ്ടി താങ്കളെ വിളിക്കുകയാണ്. അതായത് അവരാണ് ആ രാജ്യത്തിന്റെ ഹെഡ്. അവർ ഇന്ത്യയെപ്പറ്റി എന്താണ് കരുതുന്നത്, മോഡിയെക്കുറിച്ച് എന്താണ് കരുതുന്നത്? നോക്കിയേ, ഞാൻ കണ്ടത് വെച്ച് നരേന്ദർ ഭായിയുടെ അടുത്ത് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഇന്ത്യൻ പ്ലാറ്റ്ഫോമിനെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയാം. അത് ഞാൻ എങ്ങനെയാ പറയുക, ഇന്ത്യൻ പ്ലാറ്റ്ഫോം അല്ലേ, അത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആവുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായി. കുറേ വർഷങ്ങളായി തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. മറ്റ് പ്രധാനമന്ത്രികളെ പോലെ അല്ലാതെ പുള്ളിക്കാരൻ അതിനെ എങ്ങനെ സ്ട്രോങ് ആക്കാൻ പറ്റുമെന്നുള്ളതിലായിരുന്നു ചിന്ത മുഴുവൻ. അതിനുവേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഒറ്റ പൈസ പോലും തൊടാതെ ഇന്ന് അമേരിക്കയ്ക്ക് പോയാലും വേറെ ഏത് കൺട്രിയിലേക്ക് പോയാലും ആയിരക്കണക്കിനുള്ള ജനങ്ങൾ അദ്ദേഹത്തിനെ കാണാൻ വരുന്നത്. ലക്ഷക്കണക്കില ആൾക്കാരൊക്കെ അദ്ദേഹത്തിനെ കാണാൻ വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വാല്യൂവും റെസ്പെക്റ്റും അത് വേറെ ഒരു ദിശയിൽ, വേറെ ഒരു ആംഗിളിലാണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്. ഇന്ന് അതിൻ്റേതായിട്ടുള്ള ലാഭം ഓരോ സിറ്റിസനും, അവിടെയുള്ള സിറ്റിസൺ ഇന്ത്യൻ ഓറിജിനിലായിരിക്കും, ആ ലാഭം അവർക്കും കിട്ടുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻസിനെ ഇപ്പോൾ അവർ ഭയങ്കര മതിപ്പോടെയാണ് നോക്കുന്നത്. ഈ കാര്യത്തിൽ
PM ഒരു പങ്കുണ്ടല്ലോ, അതാണ് ഏറ്റവും കൂടുതൽ.